നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പല പാർട്ടികളും അവരുടേതായ അവലോകന യോഗങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് AAPക്ക് കോൺഗ്രസിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ലെന്നാണ്. കോൺഗ്രസുമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം ആജീവനാന്ത കാലത്തേക്കുള്ള ഒരു ഇടപാടൊന്നുമല്ല എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞു വെച്ചു. BJP ആണ് ഇപ്പോൾ മുഖ്യ ശത്രു. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ചെകുത്താനോടുകൂടിയും കൂട്ടുകൂടും. ഫലം വരുന്നതിന് മുന്നേ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ മനസ്സിലിരിപ്പ് ഇങ്ങ് പുറത്തു വിട്ടു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ എക്കാലവും ഇന്ത്യ മുന്നണിക്ക് ഒരു തലവേദനയായിരിക്കുമെന്നുള്ള കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന. ഡൽഹിയിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യേണ്ടി വന്നത് സോണിയാഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും ഒരു ഗതികേടെന്നേ പറയാനുള്ളൂ. ഇതുകൊണ്ട് തന്നെ നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രണ്ട് പാർട്ടികളെയാണെന്ന് തന്നെ പറയാം. അത് കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയുമാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം അത്രയ്ക്കുണ്ട് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഇന്ത്യയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആരോപണം നേരിടുന്നുണ്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം അങ്ങനെയല്ല. അതൊരു പ്രത്യേകം കേസ് തന്നെയാണ്. സ്വന്തം വനിതാ MPയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ PA മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി എന്ന ഒരു പരിവേഷമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇതുവരെ ഉണ്ടായിരുന്നത്. പുറമേ ലളിത ജീവിതം എന്ന് നടിക്കുകയും എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അത്യാഡംബര ജീവിതം നയിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിരോധിത സിഖ് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം വേറെയും. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ ജനങ്ങൾക്ക് ഇദ്ദേഹത്തിൽ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് കരുതേണ്ടത്. അത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. അതല്ല മറിച്ചാണ് ഫലമെങ്കിൽ AAPയെയും അരവിന്ദ് കെജ്രിവാളിനെയും സംബന്ധിച്ച് വലിയൊരു ഉത്തേജനം തന്നെയായിരിക്കും. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞു എന്നാണ് അപ്പോൾ നാം കരുതേണ്ടത്. പിന്നീട് അങ്ങോട്ട് AAP ഒരു നിർണായക ശക്തിയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പോഴും ഇവർ കോൺഗ്രസിന് ഒരു ഭീഷണി തന്നെയായിരിക്കും. നിലവിൽ ഇദ്ദേഹത്തിന് വേണ്ടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്യുന്ന കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്. പാമ്പിനെയാണ് തങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നതെന്നുള്ള കാര്യം അവർ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. AAP കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിർണായകമാവുക. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ നേതൃത്വം. അതുകൊണ്ട് അധികാരം നേടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് 200 മേൽ സീറ്റുകൾ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വരും തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കോൺഗ്രസ് തിരിച്ചു വരും എന്നൊരു പ്രതീതി ജനങ്ങൾക്കുണ്ടാവും. ഇത് അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനും നേതാക്കന്മാരെ ആ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്താനും സഹായിക്കും. BJPയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ 2 വട്ടം ചിന്തിക്കുമെന്നർത്ഥം. ആ സാഹചര്യത്തിൽ BJP വിരുദ്ധരെല്ലാം കൂടി കോൺഗ്രസ് എന്ന ഒറ്റ കുടക്കീഴിൽ അണിനിരക്കും. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രാദേശിക പാർട്ടികളുടെ വളർച്ച തടയാൻ കഴിയുകയുള്ളൂ. പ്രാദേശിക പാർട്ടികൾ എന്നും രാജ്യത്തിനൊരു ബാധ്യത തന്നെയാണ്. രാഷ്ട്രീയ കുതിരക്കച്ചവടവും വിലപേശലുകളും കൂടുതൽ രാജ്യത്ത് നടക്കുന്നതിനുള്ള ഒരു കാരണവും ഇവർ തന്നെയാണ്. കോൺഗ്രസിൻ്റെ അപജയം തന്നെയാണ് ഇവരുടെ വളർച്ചയ്ക്കുള്ള കാരണവും. പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പടിയടച്ച് പിണ്ടം വെച്ചവരാണ് ഇവർ. എന്നാൽ ഇപ്പോൾ അതെല്ലാം മറന്ന് BJP വിരോധം എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഇവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരു ശരാശരി ഇന്ത്യൻ വോട്ടറെ അകറ്റിയതും ഈ ഒരു ഘടകം തന്നെയാണ്. ഇനി BJPയുടെ കാര്യം നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അഥവാ അധികാരം നഷ്ടപ്പെട്ടാൽ തന്നെയും കാര്യമായി ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഫിക്സഡ് വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടി BJP തന്നെയാണ്. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും RSS എന്ന സംഘടനയും ഹിന്ദുത്വ എന്ന അജണ്ടയും തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ പാർട്ടികൾ വലിയ കോലാഹലങ്ങളാണ് നടത്തിയത്. എന്തു വന്നാലും തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ CAA നടപ്പിലാക്കില്ല എന്നാണ് ചില പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാർ പറഞ്ഞത്. അതിലൊന്ന് ശ്രീമതി മമതാ ബാനർജി ആയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ CAA വഴി പൗരത്വം നൽകിയ അപേക്ഷകരിൽ കുറച്ചുപേർ ബംഗാളിൽ നിന്നുള്ള അപേക്ഷകരായിരുന്നു. ഇത് 2ാമത്തെയോ 3ാമത്തെയോ ബാച്ചിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയതായി പൗരത്വം നൽകുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ വീറും വാശിയുമൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ് അറിയേണ്ടത്. പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം CAA വഴി പൗരത്വം ലഭിക്കുന്നതിൽ ഭൂരിഭാഗം പേരും കുടിയേറ്റക്കാരായ ഹിന്ദുക്കളാണ്.
അങ്ങനെ വരുമ്പോൾ ഈ നിയമത്തെ എതിർത്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ സഖ്യം ഒരു ഹിന്ദു വിരുദ്ധ സഖ്യം ആണ് എന്നൊരു പ്രചാരണം ശക്തമാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാപ്പ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തിരിച്ചു വരാനുള്ള വെള്ളവും വളവും ഇന്ത്യൻ മണ്ണിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ജനങ്ങളെ വശീകരിക്കുന്ന അനേകം ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 200-ലധികം സീറ്റുകൾ നേടിയാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.